തിരുവനന്തപുരം പൊങ്കാല ആഘോഷങ്ങളുടെ നിറവിലാണ്. ആ കാഴ്ചകളാണ് തലസ്ഥാന നഗരി മുഴുവനുള്ളത്. ഇവിടെ നിറയെ സ്ത്രീ സാന്നിധ്യങ്ങളാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല ഇടാനായി തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ് സ്ത്രീകളെല്ലാം തന്നെ. ആ ഒരുക്കങ്ങൾക്കിടയിലും ഈ പ്രവർത്തനങ്ങളെല്ലാം സുഗമമായി നടക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില പുരുഷന്മാരുമുണ്ട്. അവരും വെളുപ്പിനെ മുതൽ തന്നെ പൊങ്കാല ആഘോഷങ്ങളുടെ ഭാഗമാവുകയാണ്. വേണ്ട സുരക്ഷ ഉറപ്പുവരുത്തുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പുരുഷ സാന്നിധ്യവും ഈ പൊങ്കാല ദിവസം ശ്രദ്ധേയമാവുകയാണ്. നമുക്കറിയാം, ഇപ്പൊ തലസ്ഥാന നഗരിയിൽ വലിയ ചൂടാണ്. നമുക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ചൂടാണ്. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ചൂട് കൂടും. അങ്ങനെ വരുമ്പോൾ ഭക്തർക്ക് തളർച്ചയുണ്ടാകാതിരിക്കാൻ ശീതളപാനീയങ്ങളും മറ്റും എല്ലാം കൊടുത്ത് വേണ്ട സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ അത്ര മനോഹരമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. രാവിലെ മുതൽ അവർ ശീതളപാനീയങ്ങൾ കൊടുക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും ഇങ്ങനെ പൊങ്കാലയുടെ ഭാഗമാണ്. എല്ലാ വർഷവും സ്റ്റാൻഡ് വന്ന കാലം പോലും നമ്മളിവിടെ എല്ലാ വർഷവും വെള്ളവും അന്നദാനവും എല്ലാം കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട്. ഒന്നിനും ഒരു മുടക്കവും ഇന്നുവരെ വരുത്തിയിട്ടില്ല. നല്ല ചൂടുണ്ട്. അപ്പൊ ഭക്തർക്ക് തളർച്ചയൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഭാഗമാവാറുണ്ടോ പൊങ്കാല ആഘോഷങ്ങൾ? പിന്നെ അത് ഓർമ്മ വെച്ച കാലം തൊട്ട് ഭാഗമാറുണ്ട്. എങ്ങനെയുണ്ട് തലസ്ഥാന നഗരിയിലെ ഈ ഒരു ഉത്സവ കാഴ്ച? ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് മഴ പെയ്യുമെന്നുള്ള പക്ഷെ മഴ പെയ്തില്ല. ദേവി കാത്തു, മഴ പെയ്തില്ല. മഴ പെയ്യുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്യാതെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇങ്ങനെ തന്നെ വേണം ഇന്നത്തെ കാലാവസ്ഥ എന്നതാണ് ഭക്തരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. അതിന് കൂട്ടായി ഇവിടെ പുരുഷന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് തിരുവനന്തപുരത്തെ ഓട്ടോ ചേട്ടന്മാർ ശീതളപാനീയങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഈ ഭക്തർക്കെല്ലാം ഒരു ക്ഷീണവും വരാതെ എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ വേറെയും പുരുഷന്മാർ ഓരോ ഭാഗത്തായി ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. വേണ്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ജില്ല ക്ലീൻ ആക്കുവാണ്. അപ്പോഴപ്പം തന്നെ കുടിച്ചിട്ട് ഇടുന്ന അവകാശികൾ അപ്പം തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇവിടെ ഒന്നും തന്നെ ഇട്ടേക്കില്ല, അപ്പം തന്നെ ക്ലീൻ ആക്കുകയാണ്. സ്ത്രീകളുടെ ഉത്സവം എന്ന് പറയുവാണെങ്കിലും ഇത് ഇപ്പൊ ഭംഗിയാക്കി നടത്തുന്ന കുറെ പുരുഷന്മാർ ഇവിടെ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമാവുകയാണ്. അതെ, നമ്മളിവിടെ ഒരു യൂണിയനാണ്, ഒരു സംയുക്ത യൂണിയൻ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു സംയുക്ത യൂണിയനാണ്. അവരാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് വെള്ളം മാത്രമല്ല, അന്നദാനമുണ്ട്. ഇന്നലെയും രാത്രി നമ്മൾ വൈകുന്നേരം അവർക്ക് ഫുഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 11 മണിക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായി തിരുവനന്തപുരം ജില്ല മുഴുവൻ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു നിറവിലാണ്. അതിന്റെ ഒരുക്കങ്ങളിലാണ്. അതിന്റെ ഭാഗമായാണ് എല്ലാവരും ഇങ്ങനെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാവുകയാണ്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇവിടെ എത്തി അവരാൽ കഴിയുന്ന പോലെ കാര്യങ്ങൾ ഭംഗിയാക്കുന്നു. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തരുടെ കൂടെയും പുരുഷന്മാരുണ്ട്. അവരുടെ മക്കളും ഭർത്താക്കന്മാരും എല്ലാം വന്നിട്ടുണ്ട്. ഇവർക്ക് ഒരു ക്ഷീണവും വരാതെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ചേച്ചിമാർക്കെല്ലാം തന്നെ സുഖമായി പൊങ്കാലയിട്ട് സന്തോഷത്തോടുകൂടി മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ ഇവിടെ പോലീസുകാരുണ്ട്. പോലീസുകാരും വെളുപ്പിനെ മുതലും ഇന്നലെ രാത്രിയിലും എല്ലാം തന്നെ ഇവിടെ കാവലായി നിൽക്കുകയാണ്. യാതൊരു വിധത്തിലെ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സമാധാനപരമായി ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങണം എന്നതാണ് അവരുടെ എല്ലാം തന്നെ ആഗ്രഹം. സർ, സുരക്ഷയൊക്കെ എങ്ങനെയാണ്? ഓക്കെ അല്ലേ? എപ്പോഴും പൊങ്കാലയ്ക്ക് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. സന്തോഷാണോ? സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. തലസ്ഥാന നഗരി മൊത്തത്തിൽ ആ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ്, പൊങ്കാലയുടെ നിറവിലാണ്. പൊങ്കാല കാഴ്ചകളാണ് ഇവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്.